സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ കണ്ടൊരു വീഡിയോ. ആ വീഡിയോയിൽ പറയുന്നത് മമ്മൂട്ടി എന്ന് പറയുന്നൊരു മഹാനടൻ. നമുക്കറിയാം കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ ചെയ്ത് തകർത്ത് വാരി ഒരു തിരിച്ചുവരവിനെ അതിഗംഭീരമാക്കിക്കൊണ്ട് തകർത്ത് വാരിക്കൊണ്ട് പോകുന്നൊരു മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ, നടനെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് മനുഷ്യൻ എന്ന് പറയുന്നതാണ്. ആ മനുഷ്യന്റെ ചേർത്ത് പിടിക്കലുകളും ആ മനുഷ്യന്റെ ഒരു എന്താ പറയുക കരുതലുകൾ വിളിച്ചോതുന്നതുമായിട്ടുള്ള പ്രവൃത്തികളെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതെല്ലാം കണ്ട് കേരളത്തിലെ എല്ലാ ജനങ്ങളും മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യനിൽ ഒരുപാട് എന്താ പറയുക മനുഷ്യനെ സ്നേഹിക്കുകയും നെഞ്ചേറ്റി വെക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ ഇപ്പോൾ ഇതൊരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തേക്ക് വരുന്നു. ആ വാർത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദിലീപിന്റെ വിഷയം നമുക്കറിയാം. അതിജീവിതയായിട്ടുള്ള അതായത് സിനിമാ മേഖലയിൽ തന്നെയുള്ള ഒരു പെൺകുട്ടിയെ അതിക്രൂരമായിട്ട് ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാനായിട്ട് കുറച്ച് ആളുകളെ കൊട്ടേഷൻ കൊടുത്ത് ദിലീപ് കൊണ്ടുവന്നുവെന്നും ആ ദിലീപ് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന്റെ വീഡിയോസ് എല്ലാം ദിലീപിന്റെ ഫോണിൽ കാണുകയും ചെയ്തു. പിന്നീട് അതിനുശേഷം അതിന്റെ മെമ്മറി കാർഡെല്ലാം ഒളിവിലാക്കി. പിന്നെ ദിലീപിനെ പ്രതിയാക്കിക്കൊണ്ടല്ലേ ദിലീപ് കുറ്റക്കാരനാണെന്നുള്ള രീതിയിൽ കേസുകൾ പോകുന്നു. ദിലീപിന് കോടതി ജാമ്യം നൽകുന്നു. അങ്ങനെ വർഷങ്ങൾ നീണ്ട ഒരു കേസ് നാളെ, അതായത് ഡിസംബർ 8-ാം തീയതി വിധിക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നാളെ അറിയാം എന്താണ് വിധി, എന്താണ് ദിലീപിന്റെ ഭാഗത്താണ് ശരി, ദിലീപിന്റെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് നാളെ അറിയാം. അപ്പോൾ ആ ഒരു കേസിൽ ഇപ്പോൾ പുറത്തു വരുന്നൊരു നിർണായക വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിനെ മമ്മൂട്ടി സഹായിച്ചു. ദിലീപ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി അതിജീവിതയുടെ അഭിഭാഷക, അതായത് ഈ പറയുന്ന അതിജീവിത, നമുക്ക് പേര് എല്ലാവർക്കും അറിയാം, എന്നാലും പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷയമാകും, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന ആൾ തന്നെയാണ്. അപ്പോൾ ആ അതിജീവിതയുടെ അഭിഭാഷക പറയുകയാണ് ഈ മമ്മൂട്ടി ദിലീപിനെ പ്രത്യക്ഷമായും പരോക്ഷമായിട്ടും സഹായിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് ആളുകളാണ് കമൻ്റ് ഇട്ടിരിക്കുന്നത്. ആ ആളുകളൊക്കെ പറയുന്നത് മമ്മൂട്ടി സിനിമയിൽ നമ്മൾ കാണുന്നതല്ല ഇവരുടെയൊക്കെ റിയൽ ലൈഫ്, ഇവരൊക്കെ എല്ലായിടത്തും അഭിനയമാണ്. മമ്മൂട്ടി ഇപ്പോൾ വന്നിട്ട് എന്തൊക്കെയോ മെഴുകുന്നുണ്ട്, എന്നിട്ട് അയാളും ഈ പറയുന്ന കള്ളന് കഞ്ഞി വെച്ചവനാണ്, അയാളും കള്ളത്തരങ്ങൾക്കെല്ലാം കൂട്ടി നിൽക്കുന്നവനാണ്, ഇവനെ ഒന്നും നമ്പാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് വലിയ രീതിയിൽ മെഴുകുന്നത്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ആ മെഴുകുന്ന ആളുകൾ എങ്ങനെ, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ചരിത്രം എന്താണ്, അവരുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത് ഞാൻ എടുത്തങ്ങോട്ട് പറയാം. അതായത് മമ്മൂട്ടിയെ തകർക്കാൻ വേണ്ടിയിട്ട് ഹവാല ഇടപാടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, പിന്നീട് വാഹനം ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്നു മകന് അച്ഛൻ കൂട്ടു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളുടെ ഒരു തിരിച്ചുവരവില്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് സംഘീപുത്രന്മാരും ക്രിസംഗികളും കളിച്ച കളികളൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിനുശേഷമൊക്കെയാണ് ആ ക്രിസംഗികളുടെയും സംഘികളുടെയും കളികൾ എങ്ങും എത്തുന്നില്ല എന്ന് മനസ്സിലായി. മമ്മൂട്ടി അതിനെപ്പറ്റി വറീഡാവുന്നില്ല, ബോധേഡാവുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ എന്ത് കൊടുക്കുമെന്ന് പേടിച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് തുരുമ്പായിട്ട് അതിജീവിതയുടെ അഭിഭാഷക രംഗത്തേക്ക് വരുന്നത്. പുള്ളിക്കാരി പറഞ്ഞത് മമ്മൂട്ടിക്കും ഇതിൽ പങ്കുണ്ട്, അതായത് മമ്മൂട്ടി അവരെ സഹായിച്ചു. നമുക്കറിയാം മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ, ആ മനുഷ്യൻ എന്നും സത്യത്തിനൊപ്പം മാത്രം നിലകൊള്ളുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ ഒരു മനുഷ്യൻ ഈ ഒരു കാര്യം ചെയ്യുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. സത്യം പറയട്ടെ, ഞാൻ അങ്ങനെ ഒരു കാര്യം വിശ്വസിക്കുന്നില്ല. കാരണം മമ്മൂട്ടിക്ക് അയാളുടേതായിട്ടുള്ളൊരു വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഒരു സെൽഫായിട്ടുള്ള അയാൾക്ക് ഒരു ബിലീവ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് അയാൾ ഒരു കാര്യവും ചെയ്യില്ല. അയാൾ ഒരു മാർക്ക് വെച്ചിട്ടുണ്ട്. ആ മാർക്കിനപ്പുറത്തേക്ക് അയാൾ പോവുകയോ ആ മാർക്കിന് ഇപ്പുറത്തേക്ക് അദ്ദേഹം പോവുകയോ ചെയ്തിട്ടില്ല. അതായത് അദ്ദേഹം തരം താഴ്ന്നു പോവുകയോ അങ്ങ് ഒരു പരിധിയിൽ കൂടുതൽ ഓവറായിട്ട് കയറി പോവുകയോ ചെയ്യുന്നില്ല എന്ന് സാരം. അപ്പോൾ അങ്ങനെയുള്ളൊരു മമ്മൂട്ടി ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യം തന്നെയാണെന്ന് ഞാൻ ആദ്യം പറയാം. കാരണം ഇത് ദിലീപിനെ തന്നെ കൊടുക്കണമെന്നുള്ളൊരു ഇൻറ്റൻഷനോടുകൂടി ചെയ്തൊരു പരിപാടിയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്ക ആ പറഞ്ഞൊരു കാര്യത്തിൽ മമ്മൂക്ക സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വാല്യൂ ഉണ്ട്. പിന്നെ ഈ ഒരു കാര്യത്തിൽ മമ്മൂക്ക സഹായിച്ചു എന്ന് അതിജീവിത പറയപ്പെടുമ്പോൾ, അല്ല അതിജീവിതയുടെ അഭിഭാഷക പറയുമ്പോൾ അതിൽ എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അങ്ങനെയാണെങ്കിൽ നാളത്തെ കേസ് ദിലീപിന് അനുകൂലമായിരിക്കും, അല്ലെങ്കിൽ ദിലീപിന് പ്രതികൂലമായിരിക്കും. അപ്പോൾ മമ്മൂട്ടി ഒരാളെ സഹായിക്കുന്നുണ്ടെങ്കിൽ ആ മമ്മൂട്ടി അയാളുടെ നിലനിൽപ്പും മമ്മൂട്ടിയുടെ വാല്യൂവും സ്റ്റാർഡവും എല്ലാം നോക്കിയിട്ട് മമ്മൂക്ക എന്തായാലും ഈ പരിപാടിക്ക് ഇറങ്ങുള്ളൂ. അതെല്ലാം നോക്കിയിട്ടും മമ്മൂട്ടി ദിലീപിനെ സഹായിക്കാനായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദിലീപിനെ സഹായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലപ്പോൾ എന്തൊക്കെയോ സത്യസന്ധത, അല്ലെങ്കിൽ അതിലെന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. എത്ര നാളാണ് ഒരു മനുഷ്യനായിട്ട് വേട്ടയാടാൻ പറ്റുക, അല്ലേ? ഓരോ ഫെമിനാസികളുടെ അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകളുടെ ചിന്താഗതികൾ കാരണം എത്രയെത്ര ആണുങ്ങളുടെ ജീവിതങ്ങളാണ് ഓരോ പെൺകുട്ടികളുടെ കാൽ ചുവട്ടിൽ അടിച്ചമർത്തപ്പെട്ട് തീർന്നു പോയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ദിലീപിൻ്റെ വിഷയത്തിലും വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഫെമിനാസിയോ ഫെമിനിസ്റ്റോ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ ഒരു യുവനടിയുടെ, അല്ലെങ്കിൽ ആ ഒരു നടിയുടെ ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ, അല്ല അങ്ങനെ ഉണ്ടായ ഒരു കാര്യത്തിൻ്റെ പേരിൽ ദിലീപിനെ പ്രതിപട്ടികയിലേക്ക് ചേർത്ത് നിർത്തുന്നത് ആരാണ്? ദിലീപിൻ്റെ ഫോൺ കോൾസും ദിലീപിൻ്റെ സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെ തന്നെയാണ് അതിൻ്റെ വഴികാട്ടിയായിട്ട് മുന്നിൽ നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും. പൾസർ സുനി ചെയ്തൊരു കാര്യം, അതിലെങ്ങനെയാണ് ദിലീപിൻ്റെ പങ്ക് വന്നത്? എന്താണ് ദിലീപിന് അതിൽ പങ്ക്?
ഇപ്പോൾ ആദ്യം ഒന്നാം പ്രതി ദിലീപായിരുന്നു. ദിലീപ് കൊടുത്ത കൊട്ടേഷന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ചതെന്നും അല്ലെങ്കിൽ അവരെ കാറിൽ വിളിച്ചുകൊണ്ട് പോയതെന്നും ആ മെമ്മറി കാർഡ് ദിലീപിന്റെ പക്കലേക്ക് ഞങ്ങൾ എത്തിച്ചുവെന്നും പൾസർ സുനിയുടെ മൊഴികളിൽ കൂടിയും പൾസർ സുനിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ മൊഴികളിൽ കൂടിയും പോലീസിനും അതേപോലെ തന്നെ മാധ്യമങ്ങൾക്കും കിട്ടി. പിന്നീട് അതിനുശേഷം വാ തോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടർ ചാനലാണ്. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലും ഈ ദിലീപിന്റെ വിഷയത്തിലും എല്ലാം വാ തോരാതെ സംസാരിക്കുന്ന മൊട്ട അരുണും സംഘവുമാണ്. അപ്പോൾ ഇവർക്കാണ് ഈ കാര്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ വ്യഗ്രത. ഇങ്ങനെ ആക്കണം, കേസുകൾ ഇങ്ങനെ വളച്ചൊടിച്ചുകൊണ്ട് ഈ രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു വ്യഗ്രത കാണിക്കുന്നതിൽ കൂടി ദിലീപിനെ കൂടി കൊടുക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ദിലീപിനാണ് ഇതെല്ലാം കിട്ടിയെന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദിലീപിനാണ് ഒന്നാം പ്രതി ദിലീപാണെന്നുള്ളൊരു കേസ് വരികയും പിന്നീട് കോടതി കേസ് പരിഗണിക്കുമ്പോൾ ആ ഒരു കേസിൽ ദിലീപിന്റെ സ്ഥാനം 8ാം സ്ഥാനം മാത്രമാണ്. അപ്പോഴും അത് കൺഫേം ആയിട്ടില്ല ദിലീപിന് അതിൽ എത്രത്തോളം പങ്കുണ്ടെന്നുള്ളത്. അത് നാളെയാണ് നമുക്ക് അറിയാൻ സാധിക്കുക. നാളെ വിധി വരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. ഇന്നിപ്പോൾ ഞാൻ ഈ കണ്ടൊരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഈ ഒരു വാർത്തയിൽ നമ്മൾ കാണുന്നത് മമ്മൂട്ടി അത്ര വെടിപ്പല്ല എന്നാണ്. അപ്പോൾ മമ്മൂട്ടി വെറും അഭിനയം മാത്രമാണോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം തന്നെയാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. മമ്മൂട്ടിയുടെ ആ ചേർത്ത് പിടിക്കൽ അതെപ്പോഴും മമ്മൂട്ടി അതെങ്ങനെ വേണം, ആരുടെ അടുത്ത് വേണം, അർഹതപ്പെട്ടവരാരാണെന്ന് നോക്കിയിട്ടേ ഉള്ളൂ. അതിപ്പോൾ വിനായകന്റെ കേസാണെങ്കിലും അങ്ങനെ തന്നെയാണ്. വിനായകന്റെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവനെന്നോ കറുത്തവനെന്നോ തൻ്റെ ഒപ്പം തൻ്റെ സ്റ്റാറ്റസിന് ചേരുന്നവനാണോ അല്ലയോ എന്നൊന്നും മമ്മൂക്ക നോക്കിയിട്ടില്ല. മമ്മൂക്ക അയാളുടെ ഉള്ളിലുള്ളൊരു നടനെയാണ് കണ്ടത്, അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലുള്ളൊരു മനുഷ്യനെയാണ് കണ്ടത്. ഇപ്പോൾ ദിലീപിനെ ചേർത്ത് നിർത്തുന്നുണ്ടെങ്കിലും ദിലീപിന്റെ കാശോ അല്ലെ ദിലീപിനോട് എന്തെങ്കിലും സോഫ്റ്റ് കോർണർ ഉള്ളതുകൊണ്ടൊന്നും ആയിരിക്കില്ല. ദിലീപിന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് തോന്നിയത് കൊണ്ടോ അല്ലെങ്കിൽ താൻ ചെയ്യുന്നതാണ് ശരിയെന്ന് നല്ല പൂർണ്ണമായിട്ടുള്ള ബോധ്യമുള്ളത് കൊണ്ടോ ഒക്കെ ആയിരിക്കണം ദിലീപിനെയും ചേർത്ത് പിടിക്കാനായിട്ട് മമ്മൂക്ക ശ്രമിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു മമ്മൂക്കയെ തകർത്തെറിയാൻ വേണ്ടിയിട്ട് സംഘികളോടൊപ്പം ചേർന്ന് പല ആളുകളും കളിക്കുന്ന കളികളുടെ കൂട്ടത്തിൽ ഇതും പെടും എന്നുള്ളത് എനിക്ക് നല്ല രീതിയിൽ ബോധ്യമുണ്ട്. അപ്പോൾ നമുക്ക് നാളെ എന്തായാലും വിധി എന്താണ് വരുന്നതെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അത് ദിലീപിന് അനുകൂലമോ പ്രതികൂലമോ ആവട്ടെ, ദിലീപിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം എന്ന് പറയുന്നത് പോലെ തെറ്റുണ്ടെങ്കിൽ അയാൾ അതിന് ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. ഇനി തെറ്റില്ലെങ്കിൽ അതിന് അയാൾക്കെതിരെ പരാതി കൊടുത്ത ആളുകൾ, ഞാൻ അതിജീവിത അനുഭവിക്കണം എന്ന് പറയില്ല, കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു നടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഉണ്ടാവാൻ ഞാൻ പ്രാർത്ഥിക്കില്ല, അല്ലെ ഞാൻ പറയില്ല. പക്ഷേ അതിനെതിരെ കളിക്കുന്ന ആ ഒരു കരങ്ങൾ ആരുടെയാണെന്ന് കണ്ടുപിടിക്കണം. പിന്നെ മമ്മൂട്ടി ഇങ്ങനെ ചെയ്തു എന്ന് അഭിഭാഷകർക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ കള്ളം പറഞ്ഞതായിരിക്കത്തുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ മമ്മൂക്ക ദിലീപിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ, ദിലീപിനെ എന്താ പറയുക, ഒരു അനിയനെ പോലെ കരുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദിലീപിന് പൂർണ്ണ സഹായം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിലെന്തൊക്കെയോ മമ്മൂക്കയ്ക്ക് അറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ എത്രത്തോളം സത്യസന്ധതയുണ്ടെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയൊക്കെ നോക്കിയിട്ടും അങ്ങോട്ട് പെടുത്താൻ പറ്റുന്നില്ല. അല്ലേ മക്കളെ മമ്മൂക്കയെ, നീയൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും അയാൾ ഇരിക്കുന്ന തട്ട് അത് താണു തന്നെ ഇരിക്കും. ഇനി അതിന് പകരമായിട്ട് വേറെ ആൾ വരാനില്ല. മമ്മൂക്കയ്ക്ക് പകരം മമ്മൂക്ക മാത്രം. അപ്പോൾ ഓക്കെ.